നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ ന്യൂങ്കൂറിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളത്തിലെ പല യുവതാരങ്ങളും പെട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പും ഒരു കള്ളക്കടത്തും തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യസുരക്ഷയടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ്. പഹൽഗാമിൽ സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതിനുശേഷം തന്നെ നമ്മുടെ രാജ്യം ഏറെ ജാഗ്രതയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ അനധികൃതമായിട്ട് ഭൂട്ടാനിൽ നിന്ന് വന്നെത്തിയ വണ്ടികൾ നമ്മുടെ നാട്ടിലെ നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന പല യുവതാരങ്ങളും കൈവശം വെച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ വന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണ ഏജൻസികൾ എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കസ്റ്റംസിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ദേശീയ അന്വേഷണ ഏജൻസി, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, കേന്ദ്ര GST എന്നീ ഏജൻസികളും ഇപ്പോൾ അന്വേഷണം നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. EDയും NIAയും പ്രാഥമിക വിവരശേഖരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണം ആരംഭിക്കുന്ന കാര്യം ED ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നായി 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരടക്കം ഭൂട്ടാൻ വാഹനം കൈവശം വെച്ചവരെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഇതിന്റെ ഭാഗമായി പിടിച്ചെടുത്ത 36 വാഹനങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. 4 വാഹനങ്ങൾ ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. 2 വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് നൽകും. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് ഡിഫൻഡറും ലാൻഡ് ക്രൂയിസറുമാണ് പിടിച്ചെടുത്തത്. ഇതിൽ തൃശൂർ രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ ദുൽഖറിന്റെ പേരിലല്ല. നടൻ അമിത് ചക്കാലക്കലിനെ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റംസ് വിട്ടയച്ചു. ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിലെ കള്ളപ്പണ ഇടപാടാണ് പ്രധാനമായും ED പരിശോധിക്കുക. വിശദമായ വിവരശേഖരണങ്ങൾക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ED നീക്കം. തീവ്രവാദ സംഘടനകളുടെ സഹായം വാഹനക്കടത്ത് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയാണ് NIA പരിശോധിക്കുക. ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ വലിയ വിലയ്ക്കാണ് ഇടനിലക്കാർ മറിച്ചു വിറ്റിരുന്നത്. ഈ ഇടപാടുകളിലെ സാമ്പത്തിക തിരിമറിയാകും DRI അന്വേഷിക്കുക. അനധികൃതമായി കടത്തിക്കൊണ്ടു വന്നിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പനയിൽ വ്യാപക GST വെട്ടിപ്പ് കസ്റ്റംസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിവരങ്ങൾ GST വിഭാഗം പരിശോധിക്കും. കസ്റ്റംസ് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾ തന്നെ സൂക്ഷിക്കണം. വില കൂടിയ കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും. നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. നിയമവിരുദ്ധമായല്ല വാഹനങ്ങൾ എത്തിച്ചതെന്ന് തെളിയിക്കേണ്ടത് ഉടമകളുടെ ബാധ്യതയാണ്. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. അതിനിടെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ തന്റേതായി പിടിച്ചെടുത്തത് ഒരു വാഹനം മാത്രമാണെന്നാണ് നടൻ അമിത് ചക്കാലക്കൽ അറിയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ മാത്രമാണ് തന്റെ വാഹനം. മറ്റ് 5 വാഹനങ്ങൾ ഗ്യാരേജിൽ പണിക്കായി കൊണ്ടുവന്നതാണ്. ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തന്റെ വാഹനത്തിന്റെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. 5 വാഹനങ്ങളുടെ ഉടമകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ 10 ദിവസം സമയം നൽകിയിരിക്കുകയാണ്. തന്റെ വാഹനം 5 വർഷം മുമ്പ് വാങ്ങിയതാണ്. കഴിഞ്ഞ നവംബറിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ തന്നോട് ചോദിച്ചതായും അമിത് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ന്യൂങ്കോറിലൂടെ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാനാണ് കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ T. ടിജു ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനം ഉന്നത കേന്ദ്ര ഉദ്യോഗസ്ഥർ ഇടപെട്ട് നിർത്തിവെപ്പിച്ചിരുന്നത്. ബുധനാഴ്ച നടന്ന പരിശോധനയിലും കുണ്ടന്നൂരിൽ നിന്ന് അരുണാചൽ രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ കാർ പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ കടത്തിക്കൊണ്ടുവന്ന് സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുമെന്നും ED അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. മറ്റൊരു കേസിൽ ഹാജരായ അഭിഭാഷകനോട് മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ കോടതി വിഷയം പരാമർശിച്ചപ്പോഴായിരുന്നു മറുപടി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവുമായി ബന്ധപ്പെട്ട കേസിലെ അപ്പീൽ പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ചാണ് കാർ കടത്ത് പരാമർശിച്ചത്. വിഷയം EDയുടെ പരിധിയിൽ വരുന്നതാണെന്നും പരിശോധിക്കുന്നുണ്ടെന്നും അഭിഭാഷകൻ ജയശങ്കർ V. നായർ മറുപടി നൽകി. ഓപ്പറേഷൻ ന്യൂങ്കോറിൽ നടൻ അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ നീക്കമുണ്ട്. ഇദ്ദേഹത്തിന്റെ ബിനാമി ഇടപാടും പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ കേരളത്തിൽ ആദ്യമായി ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് വിവരം. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പ് നിന്നാണ് 1992 മോഡൽ ലാൻഡ് ക്രൂയിസർ പിടിച്ചെടുത്തത്. ഇതിന്റെ RC വിലാസം വ്യാജമാണെന്നാണ് കണ്ടെത്തൽ. അസം സ്വദേശി മാഹിൻ അൻസാരിയുടെ പേരിലാണ് വാഹനം. അങ്ങനെ ഒരാളില്ലെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി.
വണ്ടിയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ നുങ്കോ റെയ്ഡ് കസ്റ്റംസ് ഇന്നും തുടരും. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതടക്കം 1000-ലേറെ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ട്. ഇതിൽ 150 മുതൽ 200 വാഹനങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും കസ്റ്റംസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കടത്തിന്റെ സൂത്രധാരന്മാരും ഡൽഹി, ഹിമാചൽ പ്രദേശ് സ്വദേശികളുമായ സന്തോഷ് കുമാർ, ഹരികുമാർ, മനോജ് കുമാർ എന്നിവർക്കായി അന്വേഷണം ഊർജിതമാക്കി. അതേസമയം പിടിച്ചെടുത്ത 36 വാഹനങ്ങളുടെ ഉടമകൾക്ക് രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നോട്ടീസ് നൽകി. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരെയും നോട്ടീസ് നൽകി വിളിപ്പിക്കും. ദുൽഖറിനോട് 2 വാഹനങ്ങൾ കൂടി ഹാജരാക്കാനും നിർദ്ദേശിക്കും. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തൃശൂർ രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ മറ്റൊരാളുടെ പേരിലാണ്. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശില്പയുടെ വാഹനവും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നടന്ന പരിശോധനയിലാണ് ശില്പ സുരേന്ദ്രന്റെ കാർ കസ്റ്റംസ് പിടിച്ചെടുത്തത്. ലാൻഡ് ക്രൂയിസർ കാറാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയായ ശില്പയുടെ വാഹനം ഇടുക്കി അടിമാലിയിലെ ഗാരേജിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 2023-ൽ തിരൂർ സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ നൽകിയാണ് വാഹനം സ്വന്തമാക്കിയതെന്നും ഭൂട്ടാൻ വാഹനമായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും ശില്പ പ്രതികരിച്ചു. വാഹനത്തിൽ തനിക്ക് മുന്നേ 5 ഉടമസ്ഥർ ഉണ്ടായിരുന്നുവെന്നും ശില്പ പറഞ്ഞു. ഭൂട്ടാൻ കാർ കള്ളക്കടത്തിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്തായാലും ഉറപ്പാക്കിയിരിക്കുകയാണ്. നിലവിൽ കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കൂറാണ് നടക്കുന്നതെങ്കിലും അതിലൂടെ കണ്ടെത്തിയ വിഷയങ്ങളിൽ രാജ്യവിരുദ്ധ ഇടപാടുകളുടെ നിരവധി സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 30 ലക്ഷം രൂപ മുതൽ കോടികളുടെ ഇടപാടുകൾ ഇത്തരം കാർ കച്ചവടത്തിൽ നടന്നിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടിന്റെ സൂചനകളുമുണ്ട്. നിലവിൽ പുറത്തുവരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ NIA, ED, GST തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് നിന്ന് എത്തിച്ച കാർ രാജ്യവ്യാപകമായി വിതരണം ചെയ്യുക ഈ ലോബിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ ഇത്തരക്കാർ കടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏജൻസികൾക്ക് സംശയമുണ്ട്. മയക്കമരുന്ന് ഇടപാട് അടക്കം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കാറുകളുടെ രജിസ്ട്രേഷൻ വ്യാപകമായി വ്യാജരേഖകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിന്റെ പേരിൽ പോലും ഇത്തരം വ്യാജരേഖകൾ നിർമ്മിച്ചു എന്നാണ് കണ്ടെത്തൽ. കാറുകളുടെ വില 30 ലക്ഷം മുതൽ കോടികൾ വരെ എത്തിയ ഇടപാടുകളാണ് രേഖകളിൽ നിന്നും കണ്ടെത്തിയത്. ഇതിലൂടെയാണ് NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, GST, ഇന്റലിജൻസ് അടക്കമുള്ള മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് ഇറങ്ങേണ്ട സാഹചര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. വ്യാജരേഖകളും സൈനിക പേരുകളും വരെ കാറുകളുടെ രജിസ്ട്രേഷനായി വ്യാപകമായി വ്യാജരേഖകൾ സൃഷ്ടിക്കപ്പെട്ടതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ ആശ്ചര്യകരമെന്നായി നമുക്ക് പറയാൻ പറ്റൂ. കാരണം സൈന്യത്തിന്റെ പേരിൽ പോലും വ്യാജരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതോടെ ദേശീയ സുരക്ഷാ തലത്തിലുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമാകുന്നു. കള്ളക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തന രീതികൾ കാറുകൾക്കപ്പുറം മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ കടത്തുന്നതിന് വഴി തുറന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഇടപാടുകളും ആയുധം കടത്തലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ NIAക്ക് പ്രത്യേക താല്പര്യമുണ്ട്. EDയും GSTയും രംഗത്തുണ്ട്. കാറുകളുടെ കള്ളക്കടത്ത് കള്ളപ്പണ വെളുപ്പിക്കലിന്റെ ഭാഗമായാണോ എന്ന സംശയവും ശക്തമാണ്. അതിനാലാണ് ED അന്വേഷണം ശക്തമാകുന്നത്. വാഹനങ്ങളുടെ രേഖകൾക്കൊപ്പം വിലയായി നൽകിയ പണം എങ്ങനെ ഇടപാടായി മാറി എന്ന കണക്ക് വ്യക്തമായി സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചലച്ചിത്ര താരങ്ങളായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവർക്ക് അവരുടെ ബിസിനസ് ഇടപാടുകളുടെ മുഴുവൻ കണക്കുകളും കേന്ദ്ര ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിക്കേണ്ടതായി വരും.